സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂൾ ഫംഗ്ഷൻ കാച്ച്മെന്റ് ഏരിയ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു. നമുക്കതിന് കുറച്ചുകൂടി പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. അതാണ് ഇന്നത്തെ റിവ്യൂ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഫോൾഡറിൽ ഡോക്യുമെൻ്റ് ആണ് കിടക്കുന്നത്. ഡോക്യുമെൻറ്റിൽ റിസ്ക് ഇൻഫോംഡ് സ്കൂൾസ്, അതിൽ SSC എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മളെല്ലാം സേവ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മളുടെ സ്കൂൾ ഫംഗ്ഷണൽ കാച്ച്മെന്റ് ഏരിയ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ SHP ഫയൽ, ഷേപ്പ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതൊരു മറ്റൊരു രീതിയിൽ GS ഓപ്പൺ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ സ്കൂൾ ഫംഗ്ഷണൽ കാച്ച്മെന്റ് ഏരിയ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ പാനലിൽ നമുക്ക് കാണാം. ഇത് ആകെ നമുക്കൊന്ന് എൻ്റെ ആട്രിബ്യൂട്ട്സ് ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ആട്രിബ്യൂട്ട് ടേബിളിൽ 10 വാർഡുകൾ ഇതിനകത്തുണ്ട്. 10 വാർഡിൽ 10 സെപ്പറേറ്റ് പോളിഗൺസ് ആയിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ എല്ലാം തന്നെ കോട്ടയം ജില്ലയിലുള്ള പഞ്ചായത്ത് മുളക്കുളം പഞ്ചായത്തിലെ വാർഡുകളാണ് കാണുന്നത്. മറ്റു ജില്ലകളിലെ വാർഡുകളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ചില ബോർഡർ ജില്ലകളിൽ മറ്റു ജില്ലകളിലെ വാർഡും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒന്നിച്ച് ഇട്ടുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ഹസാർഡ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒറ്റ മാപ്പൊക്കെ എടുക്കണം. അങ്ങനെ ഈ 10 വാർഡുകളെയും ഒറ്റ മാപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് ഇവിടെയുണ്ട്. വെക്ടറിനകത്ത് വെക്ടർ ഓപ്പൺ ചെയ്യുക. വെക്ടറിൽ അതിനകത്ത് കുറേ ജിയോ പ്രോസസിങ് ടൂളുണ്ട്. ആ ജിയോ പ്രോസസിങ് ടൂളിനകത്ത് ഡിസോൾവ് എന്ന് പറഞ്ഞ ഈ ഡിസോൾവിൽ ക്ലിക്ക് ചെയ്യുക. ഡിസോൾവ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ SFC ഏരിയ വന്നിട്ടുണ്ട്. ഡിസോൾവ് ഫീൽഡ്സ് ഓപ്ഷണൽ. നമുക്കൊന്നും പ്രത്യേകിച്ച് ഏതൊക്കെ ഫീൽഡുകൾ കുറേ ഫീൽഡുണ്ട്. നമ്മളവിടെ കണ്ട ഫീൽഡുകളെല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡീഫോൾട്ട് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഓപ്ഷണൽ ആയിട്ട് കൊടുത്തേക്കുന്ന ഈ ഡിസോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫയലാക്കി സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് അടങ്ങിയ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് സേവ് ചെയ്യുന്നു. അതിന് സേവ് ചെയ്യേണ്ടത് നമുക്ക് ഹസാർഡ് ഇൻഡെക്സിലേക്കാണ് സേവ് ചെയ്യാം. അപ്പോൾ എൻ്റെ പേരെന്താണ്, സ്കൂൾ ഫംഗ്ഷണൽ കാച്ച്മെന്റ് _ ഏരിയ _ കമ്പൈൻഡ്. കമ്പൈൻ ചെയ്താണെന്നറിയാൻ വേണ്ടി കമ്പൈൻ എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്യാണ്. അതിനുശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി കമാൻഡ് കൊടുക്കും. അപ്പോൾ അത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ ചെയ്ത മാപ്പുകളെല്ലാം കൂടി ഒറ്റയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തും ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ നോക്കി ഇവിടെ നമുക്ക് കാണാം. ഏരിയ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഏരിയ സൂം ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ട് 2 ലൈൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന്, ഇത് എൻ്റെ ഇടയ്ക്കുള്ള എററുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ ചെറിയ ജോമെട്രിക്കൽ എറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എറർ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ടോഗിൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യാൻ ടൂൾ, ഈ സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ഓരോ പോയിന്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഈ കിടക്കുന്ന പോയിന്റുകളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതിന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള പല പോയിന്റുകൾ കാണും. ആ പോയിന്റുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പോയിന്റ്, അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, അത് ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. ഡിലീറ്റ് ചെയ്യുന്നു, പോകുന്നില്ല. ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഈ സൈഡിലൊരു പോയിന്റ് ഉണ്ട്, അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം പോയിന്റുകൾ ഇതിനകത്ത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെന്ന് കരുതിയാണ്. ഇവിടെ ഒരു ചെറിയ
ഒരു പോയിന്റ് കാണുന്നുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇത് മൊത്തമായി പോകാൻ തോന്നുന്നു. വീണ്ടും നമുക്ക് അണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത പോയിന്റുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എഡിറ്റിംഗ്, ടോഗിൾ എഡിറ്റിംഗ് സേവ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഫങ്ഷണൽ ക്യാച്ച്മെൻറ്റ് ഏരിയ അതിന് ഒറ്റ പോളിഗണാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റ പോളിഗണാക്കി മാറ്റിയ ഇതിലാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ അനാലിസിസുകളും എല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.